ഹലോ, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം അരിദോശയാണ്. അതായത് കണ്ണൂരിൻ്റെ സ്വന്തം അരിദോശ. നമ്മൾ കണ്ണൂരിൻ്റെ ദേശീയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ദോശ എന്ന് പറയുന്നത്. ഇപ്പം അതിന് നീർദോശ എന്നൊക്കെ പേര് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അരിദോശ തന്നെയാണ് പച്ചരി മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റാണ്. കുഞ്ഞു കൂന്തലാണ് കേട്ടോ. അതോട് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ കൂന്തൽ റോസ്റ്റും ദോശയും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന്. കൂട്ടത്തിൽ കട്ടൻ ചായയും കൂടി ഉണ്ട് കേട്ടോ. അതെടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം പച്ചരി തലേന്ന് കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ. ഞാൻ എനിക്ക് മാത്രമാണ് ആക്കുന്നത്. കുറച്ച് പച്ചരി, അതിനകത്ത് ഇത്രയും ചോറ്, അതായത് ഒരു അര ഗ്ലാസ് പച്ചരിക്ക് ഒരു 1/4 ഗ്ലാസ്സിന് കുറവ് ചോറ്, പിന്നെ ഒരു കഷ്ണം ഉള്ളി. ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത്. അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക, കുറച്ച് ഉപ്പ് എടുക്കുക, അതായത് അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല 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 വെണ്ണ പോലെ അരച്ചെടുക്കുക. വെണ്ണ പോലെ ലൂസിൽ അരച്ചെടുക്കുക, കട്ടിയിലല്ല കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ല ലൂസിലായിരിക്കണം. അതാണ് ഈ ദോശയുടെ ഒരു ടേസ്റ്റും ഒരു ഇതൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഇതുപോലെ ലൂസിൽ അരച്ചെടുത്തിട്ട് ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഒഴിച്ചെടുത്ത് വെള്ളം നല്ല തിക്കിലല്ല ലൂസിലാക്കി എടുക്കുക. പിന്നെ വേണ്ടത് ആ ബാക്കിയുള്ള ഉള്ളി കുഞ്ഞതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മളെ അരിദോശയുടെ മാവ് റെഡിയാക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല ചൂട് കല്ലിൽ ഒഴിച്ച് എന്നും പറഞ്ഞ് ചുട്ടെടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി കാണാം. അപ്പം മാവൊക്കെ കലക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലത്തേക്ക് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട്, അതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ തവി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ അതിലത്തേക്ക് ഒഴിച്ച് കൊടുക്കും എന്നും പറഞ്ഞൊരു സൗണ്ട് കേൾക്കുക. അതാണ് ഈ ദോശയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ദോശ എന്നും കൂടെ നമുക്ക് പേരിടാം കേട്ടോ. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലെക്കാട്ടും ഇതിൽ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചുടുന്ന ദോശ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. വേവിക്കാനൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇതാ നമ്മളെ ദോശയും കൂന്തൽ റോസ്റ്റും കൂടെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. രാവിലെ അല്ല കേട്ടോ, ഉച്ചയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്.